ഹലോ. ഞാൻ അപ്പൂസും കൂടെ രാവിലെ തന്നെ ഓട്ടോയിൽ ഒരു യാത്രയ്ക്ക് പോവാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂസിൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോവാണ്. അപ്പോൾ കുട്ടികൾ ചെറുതായതുകൊണ്ട് അമ്മമാരും കൂടെ പോകണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഞാനും അപ്പൂസും കൂടെ ടൂർ പോകാൻ വേണ്ടിയിട്ടാണ് ഓട്ടോയിൽ പോകണത്. അപ്പോൾ നേരത്തെ പോകണം, നല്ല തണുപ്പാണ്. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. കുട്ടികളുടെ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അമ്മമാരുടെ ആയി, പിന്നെ ഡാൻസ്, എല്ലാവരും അടിപൊളി കളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മാത്രം ബാക്കിൽ മാറിയിരുന്നു. ഒന്നാമത് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട്, വയ്യ. പക്ഷെ അപ്പൂസിൻ്റെ കൂടെ പോകണ്ടേന്ന് പറഞ്ഞിട്ട് പോവാൻ കേട്ടോ. പോയി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ എത്തിയിരിക്കുന്നത് മലപ്പുറത്തെ പാപ്പീലിയോ വണ്ടർലയിലാണ് കേട്ടോ. ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂർ പാടപ്പറമ്പ് റോഡിൽ പാലക്കാപ്പറമ്പ് ALP സ്കൂളിനടുത്താണ് കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ, പക്ഷേ കാണല്ല, വലിയ ആൾക്കാർ കയറിയിട്ടുള്ളൂ. പക്ഷേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ സൂപ്പറാണ് കേട്ടോ. അല്ലാതെ വലിയവർ വരികയാണെങ്കിലും ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. മഡ് ഹൗസ് ഉണ്ട്, നീന്തൽ കുളങ്ങളും കാണാനും നടന്ന് ആസ്വദിക്കാനും പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണ് കൂടുതൽ ഞങ്ങൾ പോയപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഞങ്ങളും അതുവരെ നടന്ന് കാണും, എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. കുട്ടികൾ മാക്സിമം അവിടെയൊക്കെ കളിച്ചു കേട്ടോ. അപ്പം ഇതൊരു ചെറിയൊരു ഗുഹ പോലെ അതിനകത്തൂടെ പോയി പുറത്തോട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. കുട്ടികൾ അവിടെ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കൂടെ പാലം വെച്ചിട്ട് ഉരുസി കളിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ചെല്ലുമ്പോൾ അതാണ് ആദ്യം കണ്ടത്. അതിലോട്ടാണ് ഓടിച്ചെന്നത് കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾക്കായിട്ട് ബോട്ടിംഗ് ഉണ്ട്, അവർക്ക് തന്നെ നീന്തൽ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടികളെ ഈ വെയിലൊന്നും ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ കളിക്കുകയാണല്ലോ മാക്സിമം. അവരുടേതായ രീതിയിൽ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ പേടിച്ചിട്ട് വെള്ളത്തിലൊക്കെ പോകുമ്പോൾ കരയണമൊക്കെ ഉണ്ട്. പക്ഷെ അത്ര ആഴമൊന്നുമില്ല. അതിലൊരാൾ അവരെ നോക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. കുട്ടികളൊക്കെ അവിടെ എൻജോയ് ചെയ്ത് മാക്സിമം അവർക്ക് ഹാപ്പി ആയിട്ടാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്, നിറയെ സ്ഥലമുണ്ട് കേട്ടോ. കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുട്ടി പേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുകയാണെങ്കിൽ അവൻ എൻജോയ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ രാവിലെ കുട്ടികൾക്കുള്ള സ്നാക്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്നിട്ടും വണ്ടിയിൽ നിന്നൊക്കെ ആയിട്ട് കുറേ പേര് കഴിച്ചു കേട്ടോ. ടീച്ചേഴ്സ് അവിടെ നിന്ന് ഓറഞ്ചും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആൾ നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിതിനിടയ്ക്ക് വെള്ളം കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനെന്ന് വിളിച്ചാൽ അവരൊന്നും വരില്ല കേട്ടോ. പിടിച്ച് വലിച്ച് പോകേണ്ട അവസ്ഥയാണ്. കാരണം കളിസ്ഥലത്തെത്തിയപ്പോൾ ഇവരെ ഒന്നും പിടിച്ചാൽ കിട്ടണില്ല കേട്ടോ. എവിടേക്കാണ് കയറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവണില്ല. കുറേ നേരമായിട്ട് ഇതിനകത്ത് കയറിയ കുട്ടീനെ കാണാതെ തെരഞ്ഞു പോയ അമ്മയാണ് കേട്ടോ ഈ ചാട്ടം ചാടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ തോന്നും കേട്ടോ. നമുക്കൊന്നും പറ്റാത്തതല്ലേ ചെറുപ്പകാലത്തെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കണത് നല്ലതല്ലേ. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് കയറി ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം തോന്നുമല്ലോ. അപ്പോൾ ജസ്റ്റ് അവരൊന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അവർ അകത്ത് കയറി ഒന്ന് ചാടി നോക്കിയാൽ കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീഴോ എന്നൊക്കെ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്ന് നോക്കിയാലോ എന്ന് വെച്ചിട്ട് അവരുടെ കൂടെ ഒന്ന് ഇരുന്ന് നോക്കുന്ന അടുത്ത അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളും ഇതിൽ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കൂടെ മാക്സിമം നമ്മളതിൻ്റെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് അവിടെ എൻജോയ് ചെയ്തു. കുട്ടികളാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനോ വെള്ളം കൊടുക്കാനൊന്നും വിളിച്ചാൽ പോലും അവിടെ നിന്ന് വരുന്നില്ല കേട്ടോ. കാരണം അവർക്കിത് ഇവിടെ നോക്കിയാലും കളിക്കാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അവരവിടേക്ക് ഓടിച്ചാടി തമർത്ത് കളിക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടികളെയും വലിയവരെയൊക്കെ ആകർഷിക്കുന്ന തരത്തിൽ നല്ല ഭംഗിയായിട്ട് ഈ പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ കുതിരയും കാളവണ്ടിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇതിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ നല്ല രസമാണ്. പപ്പൂസിന് അവിടെ ഇവിടെ നിന്നിട്ടൊന്നും മതിയാവണില്ല. അപ്പോൾ കുറച്ച് നേരം ബട്ടർഫ്ലൈയുടെ അടുത്ത് നിർത്തി ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. അവൻ എവിടെയൊക്കെ ഓടണം എവിടെയൊക്കെ നിൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ ആൾ. ഈ പാർക്കിനകത്ത് കയറി കഴിഞ്ഞാൽ വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതുമായുള്ള പാർക്കുണ്ട് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കാണ് കേട്ടോ. അതായത് നമ്മുടെ കൂടെ വന്ന കുട്ടികൾക്കൊക്കെ കളിക്കാം. കുറച്ചുകൂടെ വലിയ കുട്ടികൾക്കും കളിക്കാൻ പറ്റിയ പാർക്ക് അപ്പുറ സൈഡാണ് നമ്മൾ ആദ്യം കണ്ടത്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കിൽ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ പഴയ അംബാസിഡർ കാർ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് സിമൻറ്റ് വെച്ചിട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്തെടുത്ത കാളയാണ് കേട്ടോ. കുട്ടികൾക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് കൊടുക്കാനും കയറിയിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ മരങ്ങൾ നിറയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വളർന്നു വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ചും കൂടെ ഡെവലപ്പായി കഴിഞ്ഞാൽ നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. ഒന്നുകൂടെ ഇത് അവർ പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ഇവിടെയൊക്കെ
ഓരോ വർക്കുകൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ നിന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അതുപോലെ നല്ല കുത്തനെയുള്ള ഒരു ഇറക്കമുണ്ട് കേട്ടോ. അവിടെയും അവർ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടൊക്കെ അവിടെ ഉണ്ട്. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഉണ്ട്. അതുപോലെ ചെറിയ വെള്ളച്ചാട്ടവും നമുക്ക് ഇരിക്കാനും നടക്കാനും പറ്റിയ പാലമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. കുറച്ച് വെയിലിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. വൈകുന്നേരങ്ങളിലോ രാവിലെ സമയങ്ങളിലോ ഒക്കെ പോയി കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ കുട്ടി പട്ടാളങ്ങളിലൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷേ അപ്പൂസൊന്നും അതിന് നിന്ന് തന്നില്ല. അപ്പോൾ അതാണ് ഈ പാലം. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ നടന്ന് കണ്ടു. എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിയില്ല. സൈഡിൽ കൂടെ കണ്ടു കമ്പി വെച്ചിരിക്കുന്നത്. അവിടെയൊക്കെ മരങ്ങളാണ് കേട്ടോ നട്ടു പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ഫ്രൂട്ട്സും നല്ല തണലൊക്കെ ഉള്ള മരങ്ങൾ വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കണ്ട മരങ്ങൾ ഇങ്ങനെ വലുതായിട്ട് വരുന്നേയുള്ളൂ കേട്ടോ. അവിടെ ഇനിയും പണികൾ നടന്നുകൊണ്ടിരിക്കുക തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ കാണാനും ആസ്വദിക്കാനും ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. മുളകൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത നല്ല ഭംഗിയുള്ളൊരു വീട് പോലെയാണ് കേട്ടോ. അത് നമ്മൾ മരത്തിൻ്റെ മുകളിലൊക്കെ ആണല്ലേ, ട്രീ ഹൗസൊക്കെ പോലെ നല്ല ഭംഗിയുണ്ട്. മുകളിലോട്ട് കയറിപ്പോകണം. ഇതാ നമ്മുടെ കുട്ടികളുടെ മുമ്പ് കാണിച്ചിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. അപ്പോൾ വലിയ കുട്ടികൾ അല്ലാതെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്കും അതിനകത്തുണ്ട് കേട്ടോ. കാണാൻ പക്ഷെ നല്ല ഭംഗിയാണ്. നിലത്ത് വിരിച്ചിരിക്കുന്നത് ഒറിജിനൽ പുല്ലൊന്നും അല്ല കേട്ടോ. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലാണ്. പക്ഷെ അത്ര കേടുവരാത്ത നല്ല പുല്ല് ഇതാണ് കേട്ടോ. പ്ലാസ്റ്റിക് നമ്മുടെ വീടുകളിലൊക്കെ വിരിക്കുന്ന പോലത്തെ നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള പുല്ലുകളാണ് അവിടെ ഇവിടെ വിരിച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ കൂണുകൾ അവിടെയും ഇവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കണം. നല്ല ഭംഗിയുണ്ട്. അപ്പൂസ് പറഞ്ഞു അതിനകത്ത് കറണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് വയറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഞാൻ അവിടെ നിർത്തിയതാണ്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ മഷ്റൂമിൻ്റെ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. കയറി വരുന്ന സ്ഥലത്താണത്. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരാൾ പറഞ്ഞു അതിനകത്ത് മഡ് ഹൗസ് ഉണ്ട്, അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീട് അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെയും എന്തൊക്കെയോ പണികൾ നടന്നിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. കാരണം മണ്ണ് കൊണ്ടുണ്ടാക്കിയ പഴയ കാലത്തെ വീടാണ് കേട്ടോ. അവിടെ കമ്പ്രാന്തലൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ മണ്ണെണ്ണ വിളക്ക്, കമ്പ്രാന്തൽ വിളക്കൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസ് എവിടെ നിൽക്കണം അവിടെ നിൽക്കണമെന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. ഞങ്ങൾ അപ്പൂസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയും അപ്പൂസും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ ഫുള്ളും ഇത് കണ്ടോയെന്ന് പോലും ഞങ്ങൾക്ക് ഡൗട്ടാണ് കേട്ടോ. കാരണം കുറച്ച് ഉള്ളിലേക്കായിരുന്നു. ഞങ്ങൾ വെറുതെ നടന്നപ്പോൾ കണ്ടതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് മണ്ണാണ്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാനും കാറ്റ് കൊള്ളാനും പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കാണാൻ നല്ല ഭംഗി കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുൾ മണ്ണാണ്. മണ്ണ് വെച്ച് ഇങ്ങനെ മിനുസപ്പെടുത്തിയിരിക്കുന്ന ചുമരൊക്കെ കേട്ടോ. അപ്പോൾ അതിനകത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചു തിരിച്ച് ഞങ്ങളിത് അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ഇത് ഈ പുല്ലൊക്കെ അതുപോലെ ഒറിജിനൽ പുല്ലല്ല കേട്ടോ. ഇതൊക്കെ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകളാണ് കേട്ടോ. പക്ഷെ കാണാനും നല്ല രസമുണ്ട്. മരങ്ങളൊക്കെ ഒറിജിനലാണ്. നിലത്ത് വെച്ചിരിക്കുന്നത് ഒറിജിനൽ അല്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാട്ടോ. നല്ല നമുക്ക് വെയിലുണ്ടെങ്കിലും നല്ലതായിട്ട് ആ വെയിലിൻ്റെ ഒന്നും വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പുറത്ത് നമ്മൾ അങ്ങനെ പോയി നിൽക്കുമ്പോഴേ ഫീൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് വെയിലൊന്നും വല്ലാതെ ഫീൽ ചെയ്യുന്നില്ല. ഹാപ്പിയാണ് കുട്ടികളൊക്കെ. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അതിന് മുകളിലോട്ട് സ്റ്റെപ്പൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടികൾ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് വലിയൊരു കിണറാണ് തോന്നുന്നു. അതിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റും മരം പോലെ മരക്കഷ്ണത്തിൽ നിന്ന് ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പാർക്ക് ഒന്നുകൂടെ ഡെവലപ്പായി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇപ്പോൾ തന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ അത് കൂടെ അവർ കുറച്ചുകൂടെ പണികളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു അതിനകത്ത്. ഇപ്പം ഇല്ല, പക്ഷെ അവരിങ്ങനെ ഓരോന്നും അവിടെയും ഇവിടെയൊക്കെ പകുതിയിലിട്ടിരിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനും ആസ്വദിക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കുറച്ച് നേരം കുട്ടികളെയൊക്കെ കൊണ്ട് പോകണം എന്നുള്ള ആൾക്കാർ ഇത് വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല കുട്ടികൾക്കും വലിയവർക്കൊക്കെ കാണാനും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. അതൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. ഈ കൂണിൻ്റെയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ അവിടെ നിന്ന് തന്നെ ഉള്ളിൽ തന്നെ ഭക്ഷണം ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോറിയാണ് തോന്നുന്നു കേട്ടോ. അതിനൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ അടിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നതൊക്കെ മങ്കിക്കുട്ടികളാണല്ലോ. അപ്പോൾ അവർ മരം കണ്ടാൽ വിടില്ലല്ലോ. എല്ലാവരും ഇതാ മരത്തിൻ്റെ മുകളിൽ കയറി സെറ്റാവുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നിറയെ മരങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളും ആസ്വദിക്കണമല്ലോ. നമ്മുടെ കുട്ടികളും ആസ്വദിച്ച് കാണുമ്പോൾ നല്ല രസമല്ലേ. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മരത്തിൽ കയറിയില്ലെങ്കിലും കയറ്റി വിടാനേ ശ്രമിക്കാറുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ബിരിയാണിയും ഒക്കെ ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണമായിരുന്നു കേട്ടോ. ഒരുപാട് എങ്ങനെയുണ്ട് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഓക്കെയാണ്. വലിയവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇത് വലിയവരുടെ പൂളാണ് കേട്ടോ. അപ്പോൾ അത്
കാണാനും അതിനകത്ത് തനിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ പൂളൊക്കെ കാണാൻ. ഇത് വെറുതെ ചെറുതായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് ആ പൂള് നല്ല ഭംഗിയുള്ള പൂളാണ് കേട്ടോ. കണ്ടില്ലേ, കളിക്കാൻ നല്ല സ്പ്രേ പോലെ വെള്ളമൊക്കെ വന്ന് വീണ് നല്ല ഷവറൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് മഴച്ചാറ്റിലൊക്കെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു പൂളാണ് കേട്ടോ. വലിയൊരു പൂളാണ്. ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നതല്ല, ഏകദേശം ഈ പാർക്ക് പോലെയൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഞങ്ങൾ ഈ വെക്കേഷനിൽ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ തനിമയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പാലക്കാട്. ആ തനിമയും ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ തനിമ കുറച്ചും കൂടെ ഡെവലപ്പാണ്, നല്ല അടിപൊളിയാണ് കാണാൻ. അതിൻ്റെ ചെറിയൊരു ഭാഗം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞങ്ങളതൊക്കെ കണ്ടിറങ്ങി. ഇത് കുട്ടികളുടെ പൂളാണ് കേട്ടോ. അപ്പോൾ അവരതിനകത്തോട്ട് കയറി ആസ്വദിക്കുകയാണ്. ഫസ്റ്റൊക്കെ അവർക്കൊക്കെ ഇറങ്ങാൻ നല്ല പേടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരാളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എല്ലാവരും ചടപടേന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവരുടെ കൂടെ പോകുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് തെന്നി വീഴുന്നുണ്ട്. അപ്പോൾ അമ്മമാരും കൂടെ ഇറങ്ങണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവർ എല്ലാ കുട്ടികളും ആസ്വദിച്ചു കേട്ടോ. കൂടെ വന്ന കുറച്ച് കുട്ടികൾ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങാതിരുന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഒരുവിധം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ ഇറങ്ങി. എന്നിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് ഇതിനകത്തുനിന്ന് പോരാൻ തോന്നണില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ എത്തി. ഇപ്പോൾ വൈകുന്നേരം അതുപോലെ 4:45, 5 മണി, 4:30 ആ സമയത്താണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് കേട്ടോ. അവരിതിനകത്തുനിന്ന് അങ്ങോട്ട് പോരില്ല. നമ്മൾ വലിച്ചഴച്ച് വരുന്നതിയാണ് തിരിച്ച് കൊണ്ടുവന്നത് കേട്ടോ. ഓരോരുത്തർ പോന്നിട്ട് അവിടെ വന്നിട്ട് താഴെ വീണിട്ടതുണ്ടോ, ഓരോരുത്തരുടെ അഭിനയം കണ്ടോ. എനിക്ക് വയ്യ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള കിടത്താണ് ഈ കിടക്കണത് കേട്ടോ. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ കൊണ്ടുപോയതുപോലെ നമ്മുടെ മക്കൾക്ക് ഹാപ്പിയാണ്. ഞാൻ അപ്പൂസിനെ വിടില്ല എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. കാരണം അവനും എനിക്കും എപ്പോഴും എന്തെങ്കിലും വരുമ്പോഴത്തേന് അലർജിയാവും. അപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ട് ഞാൻ പോണില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ടീച്ചർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനും അല്ലെങ്കിൽ സങ്കടമാവില്ലേ തിരിച്ച് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ്. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ തിരിച്ചെത്തി. എനിക്ക് അതിന് വന്നതിന് ശേഷം കുറച്ച് സൗണ്ടൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇതാണ്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നും എടുത്ത് കാണുമ്പോൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പൂസും കൂട്ടുകാരും എന്തൊക്കെയാണ് അവിടെ കാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അങ്ങനെയാണ് അവർ കാണിക്കുന്നത്. അതിന്ന് അവിടെ നിന്ന് പുറത്ത് പിടിച്ചിറക്കിയപ്പോഴത്തേനും അടുത്തതിലാണ് ചാടി കയറിയത്. റബ്ബർ പന്ത് ചാടണന്തിയാണ് ഓരോരുത്തരും ചാടുന്നത് കേട്ടോ. പൊന്നൊന്നും വിളിച്ചിട്ട് വരണേ ഇല്ല. ഒന്നാമത് അവനെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ വിളിച്ചാൽ വരില്ല. അപ്പോൾ ഒട്ടും വരുന്നില്ല കേട്ടോ. അവിടെ പോയിട്ട് അത്രയും കളിയാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഒരുവിധം തിരക്കൊക്കെ അവിടുത്തെ ഒഴിഞ്ഞിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ വന്നപ്പോൾ 3-4 സ്കൂളുകളിലെ കുട്ടികളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവരൊക്കെ പോയിരുന്നു. ഉച്ചവരെയൊക്കെ അവരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളും വേറെ ഒരു സ്കൂളിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലും എല്ലാവർക്കും എല്ലാത്തിലും കയറാനും എൻജോയ് ചെയ്യാനും പറ്റി. പിന്നെ അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരാത്തവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. കളിപ്പാട്ടങ്ങളും ഒക്കെ അവിടെ നിന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമുക്ക് അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിശപ്പുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിനകത്ത് സ്നാക്സും എല്ലാ സംഭവങ്ങളും അതിനകത്ത് തന്നെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊരു ക്യാൻറ്റീനാണ് കേട്ടോ. ബസ്സിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡബിൾ ബസ് പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ അതിനകത്ത് പോയിട്ടിരുന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ചായയും സ്നാക്സുകളൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കളിച്ചിട്ടും അവിടെ നിന്ന് വരാൻ തോന്നുന്നില്ല കേട്ടോ. എന്ത് കഴിഞ്ഞിട്ടും അവർക്ക് ആ കളിസ്ഥലത്ത് നിന്ന് തിരിച്ചു പോരാൻ തോന്നണില്ല. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയുമ്പോൾ ഏത് പോസിൽ വേണമെങ്കിലും അവർ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ഇഷ്ടമായിരുന്നു അവർക്കൊക്കെ. നമുക്കും ഇഷ്ടമാവുക ചെയ്തു കേട്ടോ. ആ സമയത്ത് അവിടെ നിന്ന് ഓരോ ചോക്കോബാറും കൂടെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഹാപ്പി ആയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ ഇതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കുക. നല്ല സ്ഥലമാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വെറുതെ അധികം നടന്നപ്പോഴാണ് കേട്ടോ ഈ മീൻകുളം കണ്ടത്. ചെറിയൊരു കുളമാണ്. നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെ അതിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ അതിന് ഇങ്ങനെ നടന്നാൽ തന്നെ മനസ്സൊരു ആശ്വാസവും ഇഷ്ടമൊക്കെ ആവും കേട്ടോ. അപ്പോൾ പോയത് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു, ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇതുവഴിയൊക്കെ ഒന്ന് പോയി നോക്കുക. കുട്ടികളും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് കേട്ടോ. തലമാരും മറക്കണ്ട പാപ്പീലിയോ വണ്ടർല ചിൽഡ്രൻസ് പാർക്ക് മലപ്പുറം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.